നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സർ? എവിടേക്കാ? പറഞ്ഞു കൊടുക്ക. സർ, താനിക്കാട് ഞങ്ങൾക്ക് പോകേണ്ടത്. വെള്ളച്ചാൽ ദുർഗാദേവി ക്ഷേത്രത്തിനടുത്ത്. അവിടെ ആരെ കാണാനാ? എന്റെ വീട് അവിടെയാ. എന്താ നിന്റെ പേര്? പാർവതി. ഇതാരാ? ഇത് ടൗണില് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. RC ബുക്കും ലൈസൻസും ആയിട്ട് ഇറങ്ങ. സർ, ഇറങ്ങാനല്ലേ പറഞ്ഞത്? RC ബുക്കും ലൈസൻസും എടുക്ക. സർ. എന്താ നിന്റെ പേര്? പ്രിയദർശൻ. RCയിൽ പ്രിയദർശൻ അല്ലല്ലോ. ഇത് എന്റെ കാറല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ കാറാ. ഫ്രണ്ടിന്റെ കാറോ? അതെ സർ. വണ്ടി ചെക്ക് സർ. ഇങ്ങോട്ട് പറയും. എന്താ ഈ പെട്ടിയില്? അത് സർ കുറച്ച് ഡോക്യുമെന്റ്സ് ആണ് സർ. ഡോക്യുമെന്റ്സോ? അതെ സർ, ഇവളുടെ ലാൻഡിന്റെ ആധാരവും അടി ആധാരവും മറ്റും. അയ്യോ, തുറക്ക. ആധാരം മാത്രമേ ഉള്ളൂ സർ, വേറൊന്നുമില്ല. തുറക്കാനല്ലേ പറഞ്ഞത്? സർ, അത് നീ തുറക്കുന്നോ അതോ ഞാൻ തുറക്കണോ? ഇതാണോ ആധാരം? സർ, അച്ഛന്റെ പേരിലുള്ള ഒരു ഭൂമി പണയം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു വാങ്ങാനുള്ള 10 ലക്ഷം രൂപ. ഇത് 10 ലക്ഷം രൂപയോ? ഇതെവിടെ നിന്ന് മോഷ്ടിച്ചതാ? അയ്യോ സർ, മോഷ്ടിച്ചൊന്നും അല്ല, കടം വാങ്ങിയതാ. കടം വാങ്ങിയെന്നോ? എവിടെന്ന്? എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന്. 3 ലക്ഷം രൂപയിൽ കൂടുതൽ കയ്യിൽ കൊണ്ടു നടക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിനക്ക്? അത് സർ, എത്രയും വേഗം ക്യാഷ് അവിടെ എത്തിച്ചില്ലെങ്കിൽ ആ ലാൻഡ് നഷ്ടപ്പെടും, അതുകൊണ്ടാ. 10 ലക്ഷം രൂപയാ കയ്യിലുള്ളത്. ഇതിനെന്തെങ്കിലും രേഖയുണ്ടോ? പ്രിയൻചേട്ടാ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് പറഞ്ഞില്ലേ സർ? കടം വാങ്ങിയ കാശിന് രേഖ ഉണ്ടാവില്ലല്ലോ. ഈ കാർ തന്ന ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെയാ ഞാൻ ഈ ക്യാഷും കടം വാങ്ങിയത്. ഞാൻ അവനെ വിളിച്ചു തരാം. സാർ അവനോടൊന്ന് സംസാരിച്ച ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ബോധ്യമാവും. വേണ്ട വേണ്ട. എന്താ നിന്റെ ജോലി? ഒരു ഗാർമെന്റ്സ് കമ്പനിയിലെ സൂപ്പർവൈസറാ. ഇവളെ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുക. നിങ്ങൾ സൂപ്പർവൈസറും ഇവള് ഹെൽപ്പറും. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഫ്രണ്ട് 10 ലക്ഷം രൂപയും ഈ കാറും തന്നുവിട്ടു അല്ലേ? ഇത് ഞാൻ വിശ്വസിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാ സർ. എന്റെ മുന്നിൽ നിന്റെ ഈ അടവൊന്നും നടക്കില്ല. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. വണ്ടിയും ഈ പൈസയും എവിടെ നിന്ന് മോഷ്ടിച്ചതാ? അയ്യോ സർ, ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യ. ദയവ് ചെയ്ത് സാറൊന്ന് വിശ്വസിക്കണം. നിങ്ങളെപ്പോലുള്ള കുറെ എണ്ണത്തിന് ദിവസവും ഞാൻ കാണാറുള്ളതാ. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി അയക്കാൻ പറയാം. സാറിന് വിശ്വാസമാവുമല്ലോ. ഏതായാലും ഈ കാശ് ഞാൻ കൊണ്ടുപോവുക. അയ്യോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് സ്റ്റേഷനിലോട്ട് വാ, തിരിച്ചു തരാം. അയ്യോ സർ, ഇത് കൊണ്ടുപോരുത്. ഈ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഭൂമി നഷ്ടപ്പെടും. ഞാൻ ഈ പൈസയും കാറുമായിട്ട് സ്റ്റേഷനിലോട്ട് പോവാം. നിങ്ങൾ ഇവരെയും കൊണ്ട് പുറകെ വാ. ശരി സാർ, വണ്ടിയിലോട്ട് കയറി. പ്രിയൻചേട്ടാ, എന്താ ചെയ്യാ? പാറു,
ഇവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം കാണും? ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും. റോഡിലൂടെ പോകാതെ കുറുക്ക് വഴിയിലൂടെ പോയാൽ വേഗം എത്തും. ഇനി നമ്മുടെ മുന്നില് ഒറ്റ വഴിയേ ഉള്ളൂ. കൂടെ നിന്നോണം. അവനെ പിടിയടാ.